ഹലോ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഇന്ന് വരയ്ക്കണത് ഒരു സൈഡ് വ്യൂ ഫേസ് പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുന്നത്, ഫേസ് മാത്രം എടുത്ത് കാണിക്കുന്ന ഒരു വാട്ടർ കളറിങ്ങാണ് ഞാനിപ്പോൾ ഇന്ന് ചെയ്യാനുള്ളത് കേട്ടോ. ഇതൊരു പ്രാക്ടീസിൻ്റെ ഭാഗമായിട്ടാണ് വരുന്നത്. ഞാനെന്നും പറയുന്ന പോലെ പ്രാക്ടീസ് അത് എല്ലാ ദിവസവും നമ്മൾ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും കുറച്ച് ടൈമെങ്കിലും അതിനു വേണ്ടി സ്പെൻഡ് ചെയ്യുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇന്നിപ്പോൾ ഞാൻ സംസാരിക്കാനെടുത്ത ഒരു വാക്ക് ലേസി എന്നുള്ള വാക്കാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നമ്മുടെ ഉള്ളിൽ ഇൻബിൽഡായിട്ട് കിടക്കുന്ന ഒരു വാക്കാണ് ലേസി. എന്താ പറയുക, എല്ലാവർക്കും ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ടൈം തൊട്ട് മടി സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങും. നമ്മളിപ്പോൾ ഒരു വർക്കിന് ഇറങ്ങിയിരിക്കണതാണ്. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും എന്താ പറയുക, നമ്മൾ ഉദ്ദേശിച്ച പോലെ നടന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക, നമ്മളൊരു ടാർഗറ്റ് മനസ്സിൽ വെച്ചിട്ട് നമ്മൾ അതിനു വേണ്ടിയായിരിക്കും നമ്മൾ വർക്ക് ചെയ്യണത്. ആ വർക്ക് മൊത്തത്തിൽ ഉദ്ദേശിച്ച പോലെ നടന്നില്ലെങ്കിൽ നമ്മൾ ആകെപ്പാടെ ഒരു ചെറിയൊരു ലാഗ് വന്നു കൊടുക്കും ആദ്യം. ആ ലാഗിൽ നിന്നും പതുക്കെ പിന്നെ നമ്മൾ പതുക്കെ പിന്നോട്ട് പോകണതാണ്. നമ്മളെ മടി എന്ന് പറയുന്ന വാക്ക് വലിച്ച് പിന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് എനിക്ക് തോന്നിയേക്കണത്. ഇപ്പോൾ ഒരു വർക്ക് ചെയ്യുമ്പോൾ ഭയങ്കര ലീഡും ഭയങ്കരമായിട്ട് എന്താ പറയുക, അതിന് ഭയങ്കരമായിട്ട് നമ്മൾ പ്രതീക്ഷിച്ചേക്കാൾ കൂടുതൽ സക്സസ്സോ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ആ ഒരു മെറ്റീരിയലോ അല്ലെങ്കിൽ ആ റിക്വയർമെൻറ്റ് വരുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ആ മടി എന്ന് പറഞ്ഞ വാക്ക് അവിടെ വരുന്നില്ല. നമ്മൾ ഭയങ്കര ഒരു എനർജറ്റിക് ഫീൽ ചെയ്യും. എനർജി എന്തായാലും ഫീൽ ചെയ്തിരിക്കും. അതുകൂടാതെ നമ്മൾ അതിനു വേണ്ടി കൂടുതൽ നേരം സമയം സ്പെൻഡ് ചെയ്യും. അതായിരിക്കും നമ്മുടെ ഏറ്റവും വലിയ എന്താ പറയുക ഹാപ്പിനെസ് എനിക്ക് തോന്നുന്നു. അവിടെയായിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ ഹാപ്പിനെസ് കിട്ടുക. പക്ഷേ നേരെ തിരിച്ചാണ്. നമ്മളിപ്പോൾ ഒരു വർക്ക് തുടങ്ങി അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ച ഒരു ഫിഗറിലേക്ക് എത്താൻ പറ്റിയില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ ഡൗൺ ആവും. നമ്മുടെ എനർജി ലെവൽ ഡൗൺ ആവും. പിന്നെ പതുക്കെ നമ്മുടെ ഉള്ളിലിരിക്കുന്ന മടി എന്ന് പറഞ്ഞ ഒരു അടിപൊളി മനുഷ്യൻ പതുക്കെ പുറത്തേക്ക് ഇറങ്ങി പുള്ളിയുടെ കൈ പിടിച്ചങ്ങ് നമ്മൾ പതുക്കെ പോണേണ്. ഇപ്പോൾ നമ്മുടെ ഉള്ളിൽ മടി വന്ന് തുടങ്ങണേണ്. അല്ലെങ്കിൽ നമ്മൾ അത് വേണ്ട, പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് പോവാം, അല്ലെങ്കിൽ കുറച്ച് നേരം കഴിഞ്ഞിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് ചെയ്യാം, അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഞാനിപ്പോഴും ചെയ്യണമെന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു റിഫ്രഷ്മെൻറ്റിന് വേണ്ടി പുറത്തേക്ക് ജസ്റ്റ് ഒന്ന് ഇറങ്ങി നടക്കും. അതിപ്പോൾ എന്താ പറയുക, ഒരു ഉച്ച കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഒരു ടൈമിൽ ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങി ഒന്ന് നടന്ന് അല്ലെങ്കിൽ ഒരു ഗ്ലാസ് ചായ കുടിച്ച് വരുമ്പോൾ നമ്മുടെ ആ ഉള്ളിലുള്ള ആ ഒരു എന്താ പറയുക ചെറിയൊരു ലേസിനെസ് അതങ്ങോട്ട് പതുക്കെ വിട്ടുപോകും. പിന്നെ നമുക്ക് ഭയങ്കരമായിട്ട് മടി തോന്നണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചെയ്യണ കാര്യം എന്ന് വെച്ചാൽ ആ ടൈമിൽ എന്താ നമ്മൾ ചെയ്യുന്നത് അതങ്ങോട്ട് ഡ്രോപ്പ് ചെയ്യുക. ഇപ്പോൾ കുറച്ച് നേരത്തേക്ക് നമ്മൾ ആ ഒരു കാര്യം നിർത്തി വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെയും കുറച്ച് നേരം കഴിഞ്ഞ് ഒന്ന് റിഫ്രഷ് ആകുക, ഇല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ വേറെ ഏതെങ്കിലും ഒരു കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് തിരിച്ച് വന്ന് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് പിന്നെ അതിന് ചെയ്യാനുള്ള ഒരു എനർജി ലെവൽ നമുക്ക് ഭയങ്കരമായിട്ട് കൂടും. അങ്ങനെ കുറേ പ്രാവശ്യം എനിക്കങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ടേസ്റ്റ് നമ്മൾ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ലേസിനെസ് പെട്ടെന്ന് വിട്ടുപോകും. അതായത് നമ്മൾ മധുരം കഴിക്കുക, അല്ലെങ്കിൽ ചിലവർക്ക് എരിവ് കഴിക്കാനാണെങ്കിൽ എരിവാണ് ഓക്കെയാണ്. അതേപോലെ എക്സസൈസ് ചെയ്യണത് കുറച്ചും കൂടി നല്ല വാമപ്പായിട്ടുള്ളത്. ഓക്കെ, നമ്മുടെ ഇത് ഏകദേശം ഫിനിഷ് ആയിട്ടുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ. പിന്നെ മടിയെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് മടി വേണം, അത് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ്. ആവശ്യമുള്ളതിൽ നമുക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകണം എന്നുള്ള വഴിയിൽ തടസ്സമായി നിൽക്കുന്നത് ആണെങ്കിൽ, അത് മടിയാണെങ്കിൽ അത് മാറ്റി നിർത്തുക, എന്നിട്ട് മുന്നോട്ട് തന്നെ പോവുക.